ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വരുന്ന ജോലി ഒഴിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ വകുപ്പിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് അവസരം വന്നിരിക്കുന്നത്. ഓക്കെ, 548 അപ്രൻറ്റീസ് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പരീക്ഷയില്ലാതെ മെറിറ്റ് വൈസ്, അതായത് നമ്മൾ 10th അല്ലെങ്കിൽ ITA അങ്ങനത്തെ വിഭാഗങ്ങളിൽ പഠിച്ചവർക്കുള്ള അതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. എക്സാമിനേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഓർഗനൈസേഷൻ നെയിം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്. ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് അപേക്ഷ ക്ഷണിക്കുന്നത്. പോസ്റ്റ് നെയിമും അപ്രൻറ്റീസ് ആണ്. ടോട്ടൽ വേക്കൻസി 548 ആണ്. സാലറി ആസ് പെർ റൂൾ, അതായത് അപ്രൻറ്റീസിൻ്റെ റൂൾ അനുസരിച്ചാണ് സാലറി നിങ്ങൾക്ക് നിശ്ചയിക്കുക. അപ്ലൈ മോഡ് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മെയ് 3-ാം തീയതിയാണ് ഇതിലേക്ക് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഒരു മാസക്കാലം ജൂൺ 3 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടായിരിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയും കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് വേക്കൻസി വരുന്നത് എന്നുള്ളതാണ്. കാർപ്പൻറ്റർ, അതേപോലെ കോപ്പ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്ക്, ഫിറ്റർ, മെക്കാനിക്ക്, അതേപോലെ പെയിൻറ്റർ, പ്ലംബർ, മെക്കാനിക്ക്, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷനിങ്, ഷീറ്റ് മെറ്റൽ വർക്ക്, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, സ്റ്റെനോഗ്രാഫർ ഹിന്ദി, ടർണർ, വെൽഡർ, വയർമാൻ, ഗ്യാസ് കട്ടർ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെയുള്ള വേക്കൻസികളാണുള്ളത്. ടോട്ടൽ 548 വേക്കൻസികളാണുള്ളത്. അതിൽ UR-ന് OBC, SC, ST വിഭാഗക്കാർക്കൊക്കെ സംവരണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വിഭാഗങ്ങളിൽ എത്രയൊക്കെ സംവരണം എന്നുള്ളതിനെ വിജ്ഞാപനം നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഇനി ഇതിലേക്ക് പറയുന്ന മിനിമം ഏജ് ആണ് 15 വയസ്സ് മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ കഴിയും. അതേപോലെ മാക്സിമം ഏജ് വരുന്നത് 24 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതേപോലെ SC, ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും ഒക്കെ വയസ്സിന് സംവരണം നൽകിയിട്ടുണ്ട്, റിസർവേഷൻ നൽകിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. എത്ര കൊല്ലമാണ് കൊടുത്തിട്ടുള്ളതെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്കുള്ള യോഗ്യത നോക്കാം. മസ്റ്റ് ഹാവ് പാസ്ഡ് 10th ക്ലാസ് എക്സാമിനേഷൻ അണ്ടർ +2 സിസ്റ്റം ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. ഒന്നെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, കൂടാതെ +2 വേണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് പാസ്ഡ് ITA കോഴ്സ്, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ITA കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. ഇൻ റിലവൻറ്റ് ട്രേഡ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന്, ITA നിന്ന് നിങ്ങൾ ഈ കോഴ്സ് ഏതെങ്കിലും പാസ്സായിരിക്കണം എന്നാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക. മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു കൊല്ലക്കാലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് വേക്കൻസി, ആ ഒരു കാലാവധി ഉണ്ടായിരിക്കുക. ഒരു കൊല്ലമായിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു സാലറി സ്കെയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്രൻറ്റീസിൻ്റെ ട്രെയിനിങ് ആയിട്ടുള്ള സാലറി സ്കെയിൽ മാത്രമേ കിട്ടുള്ളൂ. മിനിമം ഒരു 7,000-8,000 റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുക. ഓക്കെ, അപ്പോൾ 2023 ജൂൺ 3 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് താല്പര്യമുള്ള അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.